ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും ശുഭമായും സുഖമായും ഇരിക്കുന്നെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു മെസ്സേജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഉടമ്പടി അല്ലെങ്കിൽ എഗ്രിമെൻ്റ്. ഇപ്പോൾ ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് എഗ്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു മാറ്റം വരത്തില്ല എന്ന രീതിയിലാണ് അതിനെ കുറിക്കുന്നത്. എഗ്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എഗ്രിമെൻ്റ് പ്രകാരം അത് നടന്നിരിക്കണം. ആ എഗ്രിമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് വാഗൊണ്ട് പറയുന്നതല്ല, അത് എഗ്രിമെൻ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റം ഇല്ല, അത് അതുപോലെ തന്നെ നടക്കും എന്നൊരിതാണ് എഗ്രിമെൻറ്റിനെ കുറിക്കുന്നത്. അതുപോലെ ഉടമ്പടി, ബൈബിളിലെ ചില ഉടമ്പടികളുണ്ട്. അതായത് നമ്മൾ ഉദാഹരണമായിട്ടൊരു 3 ഉടമ്പടിയെ കുറിച്ച് ആദ്യം തൊട്ട് നോക്കാം. അത് ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ നോഹയുടെ ദൈവം ഭൂമിയിലേക്ക് നോക്കുകയും ഭൂമിയിൽ മനുഷ്യരും പാപത്തിൽ അടിമപ്പെട്ട് പാപം പെരുകുകയും ദൈവം ഭൂമിയെ ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ ഒക്കെ നോക്കി അനുദപിക്കുകയും ദൈവം ഇതിനെ നശിപ്പിക്കാൻ ഈ ഭൂമിയിലുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിക്കുകയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതി ആകാശത്തെ പക്ഷികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ദൈവം അനുദപിക്കുകയും ഇതിനൊക്കെ നീക്കിക്കളയുവാൻ ദൈവം വിചാരിക്കുകയുണ്ടായി. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഭൂമിയിൽ ദൈവം നോഹയോട് കൃപ ലഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു ഇതിനെ തൊട്ട് പോയിരുന്നത് വേറൊരു മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനെ തൊട്ടത്. ഇന്ന് ഇവിടെ നോഹയോട് എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. പിന്നെ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നിന്നോട് ഞാനൊരു നിയമം ചെയ്യും. നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യമാരും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും സ്റ്റാർട്ടിങ് വായിച്ചത് നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടി എന്ന് പറയും. ഭൂമിയിൽ ആരും നോഹ ഒഴികെ പാപത്തിലും ഇതിനൊക്കെ അടിമപ്പെട്ട് ഭൂമി വഷളായിരിക്കുകയാണ്. പക്ഷേ ദൈവം നോഹയെ വിളിച്ച് നോഹയോട് ഉടമ്പടി ചെയ്യുകയാണ്. നിന്നോട് ഞാനൊരു നിയമം ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും മാറ്റം വരത്തില്ല. അതിനകത്ത് നോഹയോട് നിന്നോട് ചെയ്യുന്ന ഉടമ്പടി നിൻ്റെ കുടുംബം എല്ലാം രക്ഷിക്കപ്പെടും. ഞാൻ നിന്നോടൊരു ഉടമ്പടി ചെയ്യും. ഇപ്പം നോഹയോട് ചെയ്ത ഉടമ്പടിയാണ് അത്. പക്ഷെ നോഹയോട് ദൈവം ഉടമ്പടി ചെയ്യുകയും ദൈവം ഉടമ്പടി ചെയ്ത പ്രകാരം നോഹയുടെ കുടുംബം രക്ഷ പ്രാപിക്കുകയും നോഹ വെറുതെ അല്ല, നോഹ കണ്ടിട്ടില്ലാത്ത മഴയും കണ്ടിട്ടില്ലാത്ത ജലപ്രളയവും ദൈവം പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് ദൈവം നോഹ ആ രക്ഷയ്ക്ക് അർഹനായി. ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ അവിടെ ഒരു ഭാഗം കൂടി തൊട്ടു പോവാം. അവിടെ ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ട് ആണും പെണ്ണുമായി അവിടെ മൃഗങ്ങൾ ദൈവം പറയുന്നുണ്ട്, ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ 7 ഇഴജാതികളിൽ നിന്നൊക്കെയും പിന്നെ പറവകളിൽ നിന്ന് ഇങ്ങനെ ഓരോന്നിനെ എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ നോഹയുടെ വാഗ്ദത്തം കിടക്കുന്നതുകൊണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു. ഈ പറഞ്ഞ മൃഗങ്ങളും പക്ഷികളും ഇഴജാതികളും പറവകളും നോഹയുടെ അടുക്കൽ വന്ന്, അത് നോഹയ്ക്ക് മൃഗത്തിൻ്റെ ഭാഷ ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ദൈവത്തിൻ്റെ നിയമം നോഹയോട് ചെയ്ത പ്രകാരം മൃഗത്തിൻ്റെ ഭാഷ അറിയുന്ന ദൂതന്മാരുണ്ട്. അവർ മൃഗത്തോട് സംസാരിക്കും. ആ മൃഗം നോഹ ഒരിക്കലും വാഗ്ദത്തമുണ്ട്, നോഹ ഞാൻ പോയിട്ട് മൃഗത്തെ പിടിച്ചുകൊണ്ട് വരാൻ, കാട്ടിപ്പോയി ഇന്ന മൃഗത്തെ പിടിച്ചുകൊണ്ട് വരാൻ നോഹ പോയില്ല. അതെല്ലാം നോഹയുടെ അടുത്ത് വന്ന് കയറി. അപ്പോൾ വാഗ്ദത്തം ഉള്ളവൻ്റെ അടുത്ത് വാഗ്ദത്തം പറഞ്ഞത് എന്തൊക്കെയാണോ അത് വന്ന് കയറും, വന്നെത്തിയിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് അതിന് മെയിനായിട്ട് നിങ്ങളോട് ഇടപെടാൻ വേണ്ടി എടുത്തത് ഉടമ്പടി എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ദൈവം നോഹയോട് ഒരു ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ദൈവം നോഹയുടെ ജീവകാലത്ത് തന്നെ അത് നിറവേറ്റി കൊടുത്ത്. അടുത്തത് അബ്രഹാമിൻ്റെ കൊണ്ടുള്ള ഉടമ്പടി.
അത് ഉൽപ്പത്തി 15-ാം അധ്യായത്തിന് അവിടെ മുതൽ ഞാൻ വായിച്ചു തുടങ്ങാം. കുറച്ച് കൂടുതലായിട്ടുണ്ട് ഭാഗം വായിക്കുമ്പോൾ. അതിൻ്റെ ശേഷം 1-ാം വാക്യം, അതിന് ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിനു അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമേശേക്കുകാരനായ ഈ എലയാസർ അത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച എൻ്റെ ദാസൻ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിൻ്റെ അവകാശിയാകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്നു. ഇപ്പോൾ നോഹ വീടിനകത്തിരിക്കുകയാണെങ്കിൽ ദൈവം അവനോട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീട്ടിലുള്ള അവിടെ എങ്ങനെയാണ് തുടങ്ങുന്നത്? പിന്നെ അവനെ പുറത്ത് കൊണ്ടുചെന്നു, വീടിന് പുറത്ത് കൊണ്ടുവന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. ദൈവത്തിന് ഉദാഹരണം എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീടിനകത്ത് നിന്ന് അബ്രഹാമിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം വന്നു. കാരണം അബ്രഹാമിൻ്റെ വീട്ടിലുള്ള ഇപ്പോൾ കട്ടിൽ മുതൽ സ്പൂൺ വരെയുള്ള എല്ലാ ഐറ്റംസും എണ്ണിയാൽ പോലും ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം ഉദാഹരണം കംപ്ലീറ്റ് ആവത്തില്ല. അവൻ്റെ വീട്ടിലുള്ള സകല സാധനങ്ങളും എണ്ണിയാൽ ആ എണ്ണം കുറഞ്ഞു പോകും. അതുകൊണ്ട് ദൈവം ഇവൻ്റെ വീട്ടിനകത്ത് ഇവന് ഉദാഹരണം കാണിച്ചു കൊടുക്കാനായിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. എല്ലാ സാധനം വെച്ച് എണ്ണിയാൽ പോലും അത്ര എണ്ണം തികയത്തില്ല. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അളവ്. അപ്പോൾ അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിന് നീ പുറത്തിറങ്ങ്, എനിക്കൊരു ഉദാഹരണത്തിലൂടെ നിന്നോട് സംസാരിക്കണം. എന്നിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കുവാനും ഭൂമിയിലെ മണൽത്തരിയെ എണ്ണുവാനും ഏതാണ്ട് ഉദാഹരണം കാണിച്ചു കൊടുത്തു. ഇതുപോലെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ആകാശത്തേക്ക് നോക്കൂ, നക്ഷത്രം എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവം ഈ അനുഗ്രഹത്തിലേക്ക് വേണ്ടിയാണ്, ഈ അനുഗ്രഹമൊക്കെ ദൈവം മുൻകൂട്ടി ഒരുക്കി വെച്ചതാണ് എന്ന് അബ്രഹാമിനോട് പറയുവാണ്. അപ്പോൾ കർത്താവ് യഹോവ ഞാൻ അതിനെ അവകാശമാക്കുമെന്നത് ഞാൻ അതിനെ അവിടെ കർത്താവായ യഹോവേ അബ്രഹാം തിരിച്ച് ചോദിക്കുകയാണ്, കർത്താവായ യഹോവേ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു. ഇവയൊക്കെയും കൊണ്ടുവന്നു. ഒത്ത നടുവേ പിളർന്നു ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനു ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന് ശേഷം അവർ അവരെ സന്തോഷത്തോടു കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിൻ്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമ്മോന്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു. ഇവിടെ ഈ ഒരു നിയമം ചെയ്യാനാണ് ദൈവം അബ്രഹാമിനോട് പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തങ്ങളെ കൊടുത്ത്, അപ്പോൾ അബ്രഹാം ചോദിച്ചു, ഇതെന്തെന്നിനെ ഉറപ്പിക്കും? അപ്പോൾ ഇതെനിക്കൊന്ന് എഗ്രിമെൻ്റ് ചെയ്ത് തരണം. പലരും വാഗ്ദത്തങ്ങൾ കേൾക്കാറുണ്ട്,
നമ്മളെല്ലാം ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടതാണ്. പക്ഷെ അബ്രഹാമും വാഗ്ദത്തം കേട്ടു, നോഹയും വാഗ്ദത്തം കേട്ടു. പക്ഷെ നോഹയ്ക്ക് അത് ഉടമ്പടിയായിട്ട് നോഹയോടൊരു നിയമം ചെയ്ത്. അബ്രഹാമും വാഗ്ദത്തം കേട്ട്. അബ്രഹാമിന് പ്രത്യേകത ഉണ്ട്, നമ്മൾ കേട്ട പോലെ അപ്പോൾ കളയാൻ നിന്നില്ല. അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ കേട്ട വാഗ്ദത്തം എനിക്കൊന്ന് എഗ്രിമെൻ്റ് ചെയ്ത് തരണം ദൈവമേ. കാരണം അബ്രഹാമിനറിയാം ദൈവം ഉടമ്പടി ചെയ്താൽ അതൊരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യാം. അപ്പോൾ പറയുന്ന ടൈമാണ് അത് പറഞ്ഞിട്ടാണ് താഴെ 18 വാക്യത്തിലാണ്, അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിൻ്റെ സന്തതിക്കു ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ, അവിടെ ഒരു 10 ജാതി പേര് പറയുന്നുണ്ട്, ആ 10 ജാതി എന്നിവരുടെ ദേശത്തെ തന്നെ നിനക്ക് തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈ 10 ജാതി പാർക്കുന്ന പട്ടണങ്ങളുണ്ട്. അത് മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദി മഹാനദി ഒന്നുകൂടി പറയാം, മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ, അവിടെ കേന്യർ, കെനീസ്യർ, അങ്ങനെ ഒരു 10 ജാതീയ പേര് പറയുന്നുണ്ട്. ആ ജാതികളെയും അവരുടെ പട്ടണങ്ങളെയും അബ്രഹാമിൻ്റെ സന്തതികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ നിയമം ഉടമ്പടി അബ്രഹാം അത് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചെടുത്തതാണ്. വാഗ്ദത്തമുണ്ട്. അപ്പോൾ വാഗ്ദത്തം കേട്ടുപോയില്ല അബ്രഹാം, അത് ഉടമ്പടിയാക്കി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. അടുത്ത ഒരു ഉടമ്പടി കൂടി നമുക്ക് തുടങ്ങാം. യാക്കോബ് ഉടമ്പടി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നൊരു മേഖലയുണ്ട്. ഉൽപ്പത്തി തന്നെ 35 അധ്യായത്തിൽ, അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ടു ബഥേലിൽ ചെന്ന് പാർക്കുക, നിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിനു അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കൂ എന്ന് കൽപ്പിച്ചു. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു ജീവിതത്തിൽ. അപ്പോൾ ആ വീഴ്ചയിൽ നിന്ന് ദാവീദ് പണ്ട് ദൈവത്തോട് ചെയ്തൊരു പ്രോമിസ് ഉണ്ടായിരുന്നു. ദൈവം അവിടെ ഇങ്ങനെ വായിക്കാം, അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയുക, നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ, നാം പുറപ്പെട്ടു ബഥേലിലേക്ക് പോകുക. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെയിരിക്കുകയും ചെയ്ത ദൈവത്തിനു ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശെഖേമിനരികെയുള്ള കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു. അപ്പോൾ യാക്കോബ് ഒരു യാഗം കഴിക്കാനായി ദൈവത്തിന് ചെയ്ത് പ്രാപിപ്പാനായി ദൈവത്തോട് തൻ്റെ സഹോദരനെ പേടിച്ച് ലാബാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെ യാക്കോബ് ദർശനം കാണുകയും അവിടെ ഒരു തൂൺ നാട്ടുകയും അവിടെ ഒരു യാക്കോബിൻ്റെ ഒരു കാര്യം അവിടെ പറഞ്ഞ്, ഇവിടെ ഞാൻ മടങ്ങി വന്ന് തിരിച്ച് ദൈവം എന്നെ വലിയൊരു സമ്പത്തോടെ വലിയൊരു അനുഗ്രഹത്തോടെ മടക്കി വരുത്തുമ്പോൾ ഞാനിവിടെ യാഗം കഴിക്കാമെന്ന് യാക്കോബ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി യാക്കോബ് പോവുകയാണ്. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും, 16 വാക്യം 35, യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബഥേലിലെത്തി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. യാക്കോബ് പറഞ്ഞ പ്രവൃത്തി അപ്പോഴാണ് യാക്കോബ് ചെയ്യുന്നത്. അതിൻ്റെ 9 വാക്യം, യാക്കോബ് പദ്ദാൻ അരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി. ഈ അരാമിൽ നിന്ന് വന്നത് ബഥേലിലാണ്. അവിടെ വന്നതിന് ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി, അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിൻ്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ചു. ഇതിനു മുമ്പ് യാക്കോബിൻ്റെ പേര് ഒരു വട്ടം മാറ്റിയതാണ്. പക്ഷേ പിന്നീട് അവൻ്റെ യാത്രകളിലൊക്കെ അവൻ ചില വീഴ്ചകളൊക്കെ വന്നുപോയി. അവിടെ നിന്ന് ദൈവം വീണ്ടും ഒന്ന് എടുത്ത് അനുഗ്രഹിക്കുക. നമ്മളിൽ ചിലരും ഒരനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് എവിടേക്കോ നമ്മുടെ റൂട്ട് തെറ്റിപ്പോയി. വീണ്ടും ഒരു അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് വരുവാനായി കുതിക്കുന്നവരുണ്ടാവും. അവരോട് ദൈവം പറയുക, യാക്കോബിൻ്റെ ജീവിതത്തിലും ഒരു വട്ടം അനുഗ്രഹം പ്രാപിച്ചതാണ്, മല്ലു പിടിച്ച് പ്രാപിച്ചതാണ്. പക്ഷേ ജീവിതത്തിൽ ചില വീഴ്ച വന്നുപോയി. ദൈവത്തിന് യാഗം കഴിക്കാനും യാഗപീഠം പണിയാമെന്നൊക്കെ പറഞ്ഞു പോയ യാക്കോബാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആ കാര്യം യാക്കോബ് വിട്ട് പകരം വ്യവസ്ഥയില്ലാത്തടത്ത് പോയി താമസിക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ ചില വാഗ്ദത്തങ്ങളും ചിലത് പ്രാപിക്കണമെങ്കിൽ
വാഗ്ദത്തമില്ലാത്തടത്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ അതും അവിടെ നിന്ന് വിട്ടു പോരണം. മിസ്രൈമിൽ നിന്ന് വിട്ടു പോരേണ്ട സമയമുണ്ടായിരുന്നു ഇസ്രായേൽ ജനം. അവിടെ നിന്ന് വിട്ടു പോരണമായിരുന്നു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ. അതുപോലെ പദ്ദാൻ അരാമിൽ താമസിച്ചിരുന്ന യാക്കോബിന് അത് വിട്ടു പോരണമായിരുന്നു. ബഥേലിൽ വരണമായിരുന്നു, യാഗം കഴിക്കണമായിരുന്നു. അങ്ങനെ യാക്കോബ് അതിനെ ഉപേക്ഷിക്കാനും താനൊരു ശുദ്ധീകരണത്തോടുകൂടി വെറുതെ അല്ല യാക്കോബ് അവിടെ നിന്ന് വിട്ടു വന്ന്, അവിടെ വിടേണ്ടതൊക്കെ വിട്ട് ശുദ്ധീകരണത്തോടെ ദൈവസന്നിധിയിൽ ബഥേലിലെത്തുകയും അവിടെ ഒരു യാഗം കഴിക്കുകയും ചെയ്തു. പക്ഷേ നിനക്ക് യാക്കോബ് എന്നല്ലോ ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ചു. അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. ഒരു ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിൻ്റെ കുടിപ്രദേശത്തു നിന്ന് പുറപ്പെടും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അവനോട് സംസാരിച്ച സ്ഥലത്തു നിന്ന് ദൈവം അവനെ വിട്ടു കയറിപ്പോയി. അപ്പോൾ യാക്കോബിനോട് ഉടമ്പടി ചെയ്യാനായി ദൈവം ബഥേലിൽ വന്നു. അവനോട് ഉടമ്പടി ചെയ്ത് അവനെ അനുഗ്രഹിച്ച്, വീണ്ടും ഒരു സെക്കൻഡ് അനുഗ്രഹം അവൻ്റെ മേൽ അനുഗ്രഹിച്ച് അവനെ നിറച്ച് ദൈവം അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അബ്രഹാം അനുഗ്രഹം പ്രാപിച്ച് ഫസ്റ്റ് നമ്മൾ നോഹയാണ് തൊട്ടത്. നോഹയെ ദൈവം എല്ലാവർക്കും ഒരു ഉടമ്പടി ചോദിച്ചാൽ ഇല്ല. നോഹയുടെ പ്രത്യേകത പറയുന്നുണ്ട്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. അതിനേക്കാളും അടുത്തൊരു പോയിന്റ് പറയുന്നത്, നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കുന്നവൻ, അവനോട് ദൈവം ഉടമ്പടി ചെയ്യും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് അവനോട് ദൈവം ഉടമ്പടി ചെയ്യും. യാക്കോബ് താൻ ഒരു അനുഗ്രഹം പ്രാപിച്ച് പക്ഷെ പിന്മാറിപ്പോയി. പക്ഷെ വീണ്ടും ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ അവൻ ഒരുങ്ങി. ദൈവത്തിനോട് യാഗം കഴിച്ചു. ദൈവത്തിന് വേണ്ടി അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായി മടങ്ങി വന്നു. അവനോടും ദൈവം ഉടമ്പടി ചെയ്യും. പിന്നെ അപ്പോൾ നോഹയുടെ ഉടമ്പടി നമ്മൾ കേട്ട്, അബ്രഹാമിൻ്റെ ഉടമ്പടി കേട്ട്, യാക്കോബിൻ്റെ ഉടമ്പടി കേട്ട്, അനേകരുടെ ഉടമ്പടി ഉണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അടുത്തതായി നമ്മൾ യഹൂദന്മാരല്ല, നമ്മൾ ജാതികളായിരുന്നവരാണ്. നമ്മൾ യേശുവിൽ വിശ്വസിച്ച് രക്ഷപ്പെട്ട് യേശു വിശ്വസിച്ച് സ്നാനപ്പെട്ടവരാണ്. അല്ലെങ്കിൽ സ്നാനപ്പെടാത്തവരും നമ്മൾ ഈ മെസ്സേജ് കേൾക്കുന്നവരുണ്ടാവും. അപ്പോൾ യേശുവിൽ വിശ്വസിച്ച് നമ്മളോട് എന്ത് ഉടമ്പടിയാണ് ഉള്ളത്? നമുക്ക് ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ? നമ്മളോട് ദൈവം എന്ത് ഉടമ്പടി ചെയ്യും, അല്ലെ എന്ത് ഉടമ്പടി ചെയ്തു? അത് നമുക്ക് ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ? അത് നമ്മളാദ്യം റോമർ എടുക്കാം. റോമറിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിന് അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനും താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുള്ള പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപം പ്രമാണത്തിനു എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിനു അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്തത്, പൗലോസിനും ഒരു ഉടമ്പടിയുടെ ഒരു ഉറപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം നമ്മൾ പാപമുള്ള ശരീരത്തിൽ നിന്ന് നമ്മളെ പ്രവർത്തിക്കുക പാപമുള്ളതും അനീതിയുള്ളതുമാണ്. പക്ഷെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ എന്തെന്നിനാ കഴിയും? അപ്പോൾ നമ്മൾ ക്രിസ്തുവിനാൽ കഴിയും. അതുകൊണ്ടാണ് അവിടെ പൗലോസ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ആ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്തുകൊണ്ടാണ്? ഈ നശിച്ചു പോകേണ്ട, നരകത്തിൽ കത്തിത്തീരേണ്ട എന്നെ ക്രിസ്തു ഒരു ഉടമ്പടി ചെയ്ത്, ക്രിസ്തു യാഗമായി എന്നോടൊരു ഉടമ്പടി ചെയ്ത് എന്നെ അതിൽ നിന്ന് നരകത്തിൽ കത്താൻ വെച്ച് കൊടുക്കേണ്ടിയിരുന്ന എന്നെ അവിടെ നിന്ന് വെളിയിലെടുത്തത് ക്രിസ്തു ചെയ്ത ഉടമ്പടിയാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായതാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന പൗലോസ് പറഞ്ഞത്.
ആ ഉടമ്പടി ജസ്റ്റ് ഒന്ന് തൊടാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യമുണ്ട്. അതിനുശേഷവും യേശുവിനെ കാൽവറി ക്രൂശിൽ ഗോൽഗോത്ത എന്ന മലയിൽ യേശുവിനെ ക്രൂശിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഞാൻ വായിക്കുന്നത്. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ടു തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞു നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞു നിറച്ചു ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു. ഈ പുളിപ്പ് പാപത്തെ കുറിക്കുന്നു. അവിടെ പുളിച്ച വീഞ്ഞു എന്ന് യേശു മനുഷ്യരാശിയുടെ പാപം കുടിച്ചു എന്നതിനാണ് അവിടെ നമ്മളോട് അറിയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം യേശു നിവർത്തിയായി എന്ന് പറഞ്ഞു, തല ചായ്ച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യേശു നമ്മളോട് ചെയ്ത ഉടമ്പടിയായിരുന്നത്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ നിവൃത്തിയായി, സകലതും നിവൃത്തിയായി, ഇനി മനുഷ്യർക്ക് വേണ്ടി ഒരു പാപപരിഹാരവും ആവശ്യമില്ല. ഞാൻ ഈ ഭൂമിയിലുള്ള ആദം മുതൽ യേശുവിൻ്റെ വീണ്ടെടുപ്പ് നാൾ വരെയുള്ള ജനിക്കുന്ന എല്ലാ മനുഷ്യരാശിക്കും വേണ്ടി, ഈ ഭൂമി ജനിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടി, ജനിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഉള്ള യാഗം ഞാൻ ഇവിടെ നിവർത്തിച്ചു. അവരോട് ഞാൻ ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. അവരുടെ പാപത്തിന് പരിഹാരമായി ഞാൻ അവരോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു പറഞ്ഞ് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞു. സകല മനുഷ്യരുടെയും പാപത്തെ യേശു കുടിച്ച് ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചാച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ യേശു നമ്മളോട് ചെയ്ത ഉടമ്പടിയാണത്. അത് ചുമ്മാ ഒരു ഉടമ്പടിയല്ല. അവിടെ യാഗം കഴിക്കേണ്ടത് യാഗം കഴിച്ച്, ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ദൈവം ഏൽപ്പിച്ചു കൊടുത്ത്, പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത്, യേശു നമുക്ക് വേണ്ടി സ്വയമായി യാഗമായി തീരേണ്ടത് സ്വയം യാഗമായി തീർന്ന് നമുക്ക് വേണ്ടി ഒരു ഉടമ്പടി ചെയ്തു. അബ്രഹാം ഉടമ്പടി ചെയ്യാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചത് പശുവിനെയും ആടിനെയും കുറുപ്രാവിനെയുമാണ്. പക്ഷേ സ്വർഗസ്ഥനായ ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത സ്വന്തം പുത്രനെയാണ്. യേശു നമ്മോട് ഉടമ്പടി ചെയ്യാണ്ട് ഏൽപ്പിച്ചു കൊടുത്തത് കേവലം ഒരു ആടിനല്ല, യേശുവിനെ തന്നെയാണ് നമുക്ക് വേണ്ടി ഉടമ്പടി ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. ആ ഉടമ്പടി സകല പാപങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതാണ്. ഈ പൗലോസ് പറഞ്ഞ പോലെ ഈ അരിഷ്ട ശരീരത്തിൽ നിന്ന്, ഈ പാപത്തോട് അടുപ്പിക്കുന്ന മരണത്തിന് കീഴ്പ്പെടുന്ന ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ഈ വിടുതൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് പറയുന്നത് പൗലോസ്. പിന്നെ ദൈവം ഈ നേടിയെടുത്ത നമുക്ക് വേണ്ടി ചെയ്ത ഉടമ്പടി എല്ലാ മനുഷ്യർക്കും അതിന് പങ്കുണ്ടോ? എല്ലാ മനുഷ്യരും അതിന് പങ്ക് കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് എല്ലാവർക്കും കിട്ടാറുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ആർക്കൊക്കെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഈ മെസ്സേജ് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാമത്തെ അധ്യായത്തിൽ 12-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നമ്മൾക്ക് പലതും പ്രവൃത്തിയില്ല എന്ന് തോന്നാറുണ്ടോ? ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അസുഖം മാറുന്നില്ല, നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ശുശ്രൂഷയിൽ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരു ശുശ്രൂഷയില്ല, നമുക്കൊരു സുവിശേഷം പറയാൻ പറ്റുന്നില്ല, നമുക്ക് അതിനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നമുക്കൊന്നും ഒരു ശുശ്രൂഷയിൽ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. യേശു പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അപ്പോൾ യേശു പറയാം, എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അവിടെ ചിലപ്പോൾ ചെയ്യുമായിരിക്കുന്നില്ല, ചെയ്യും എന്നാണ് പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിശ്ചയമായി അവൻ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളെ വിശ്വാസത്തിന് എന്തോ കോട്ടം തട്ടിയിട്ടുണ്ട്, നമ്മളതിനെ പണിയേണ്ടിയിരിക്കുന്നു. കൃപാവരങ്ങളിൽ 3-ാമത് പറയുന്ന വിശ്വാസം എന്ന കൃപാവരം നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിച്ചും ഒക്കെ പ്രാപിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ഈ പ്രവൃത്തിയില്ല എങ്കിൽ. പിന്നെ അടുത്തത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. പക്ഷേ ദൈവം ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആർക്കാന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളും കാത്തുകൊള്ളും.
അപ്പോൾ ദൈവത്തോട് നമ്മൾ സ്നേഹമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ പ്രവൃത്തി കൊണ്ട് കാണിച്ചു. എങ്ങനെ? നമ്മളെ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളും കാത്തുകൊള്ളും. അല്ലാതെ ഞാൻ ദൈവത്തോട് സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും സ്നേഹിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. എബ്രായർ പറയുന്നുണ്ട്, തന്നെ തികഞ്ഞവനായി അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. തികഞ്ഞവനായി അനുസരിക്കുന്ന ഏവർക്കും യേശു നിത്യരക്ഷകനാണ്. അതിന് യേശു തികഞ്ഞവനാണെന്ന് പറയുന്നത്. യേശുവിനെ അനുസരിക്കണം, അവനെ നിത്യരക്ഷയുള്ളൂ. അപ്പോൾ ഇവിടെയും പറയുന്നതാണ്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനയും കാത്തുകൊള്ളും, നിശ്ചയമായും ചെയ്യും. അപ്പോൾ നമ്മൾ കൽപ്പന കാക്കുന്നില്ല എങ്കിൽ അർത്ഥം നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നില്ല എന്നാണ്. പിന്നെ അതിൻ്റെ അടുത്ത ഭാഗം, നിങ്ങളനുസരിച്ച് കൽപ്പന, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനു അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റുന്നില്ല, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളോട് വെളിപ്പെടുന്നില്ല എങ്കിൽ അത് നമ്മൾ ലോകമാണ്. നമ്മളിപ്പോഴും ആത്മാവിൽ കടന്നിട്ടില്ല. നമ്മളിപ്പോഴും നമ്മൾ ജഡീകതയുണ്ട്. നമ്മളിപ്പോഴും ജഡത്തിൽ കീഴ്പ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ലോകമോഹങ്ങളിലാണ് പോകുന്നത്. ലോകത്തിൻ്റെ ഇച്ഛയിലേക്ക്, ലോകത്തിൻ്റെ മോഹത്തിലേക്ക്, മോഹത്തിൻ്റെ പാപത്തിലേക്ക്, മോഹത്തിൻ്റെ ഗർഭത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മ പ്രാപിക്കാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മ പ്രവൃത്തിയും പ്രാപിക്കാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളോട് വെളിപ്പെടുത്തുകയില്ല. പിന്നെ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അവന് ലഭിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ ജഡം മോഹം ഇച്ഛയും വിട്ടൊഴിയുന്നതിന് മാത്രമേ അതിനെ പ്രാപിക്കും, അല്ലാത്തവന് അതിന് പ്രാപിക്കാൻ കഴിയത്തില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. ഒരിക്കലും ജഡത്തിലുള്ളവനോ ലോകത്തിലുള്ളവനോ മോഹം അതിൽ പോകുന്നവനോ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ അറിയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളോ അവനെ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. പരിശുദ്ധാത്മാ നമ്മളോട് ഇരിക്കുകയും നമ്മളോട് വസിക്കുകയും ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയും. കാരണം നമ്മളിലൂടെ പ്രവൃത്തി വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായിരിക്കും വെളിപ്പെടുക. അപ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും അറിയും. അപ്പോൾ നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തിയിലും മോഹത്തിലുമാണ് പെട്ട് കിടക്കുന്നതെങ്കിൽ നമ്മളതിന് തിരിച്ചറിയണം. ഞാൻ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യർക്ക് കൽപ്പന കൊടുക്കുന്നത് ദൈവത്തോട് കൂടെ അടുക്കാനാണ്. 40 ദിവസം മോശ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചത്, ദൈവം മോശയ്ക്ക് കൊടുത്തത് ജനത്തെ ദൈവത്തോട് കൂടുതൽ പറ്റിയിരുത്താൻ വേണ്ടിയാണ് കൽപ്പന കൊടുത്തത്. പക്ഷേ നമ്മളോ ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്നിരിക്കാൻ വേണ്ടിയാണ് കൽപ്പനകൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ കൽപ്പനകൾ അതൊക്കെ നമ്മൾ ഒട്ട് അകന്നിരിക്കും. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൽപ്പനകൾ ഉപയോഗിക്കുന്നത്. യേശു കൽപ്പന കൊടുത്തത് ജനത്തെ ദൈവത്തോട് കൂടെ ഇരുത്താനായിട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊരു വലിയ മെസ്സേജ് ആയിപ്പോയോ എന്ന് അറിയില്ല. ദൈവം നിങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ വഴിയെ പോകുന്നതിനോട് ഉടമ്പടി ചെയ്യത്തില്ല. അവൻ ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കണം. യാക്കോബ് വ്യവസ്ഥ ഇല്ലാത്തിടത്ത് പോയി നിന്നിടത്ത് യാക്കോബ് തിരിച്ചു വന്ന് ബഥേലിൽ വന്നു അനുഗ്രഹം പ്രാപിക്കാനായി. അതുപോലെ നമ്മളും പിന്നെ നോഹ ദൈവത്തോട് കൂടെ നടന്നവനാണ്, അവനോട് ദൈവം ഉടമ്പടി ചെയ്തത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചവനാണ്, അവനോട് ദൈവം ഉടമ്പടി ചെയ്തത്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്യും. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ്, ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്യും. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ ചില വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടാവും. നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും യാക്കോബിനോട് ഉടമ്പടി ചെയ്ത ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും നിവർത്തിയായി ഞാൻ ഇവരോട് ഉടമ്പടി ചെയ്ത് തികച്ചിരിക്കുന്നു, ഇത് എഗ്രിമെൻ്റ് ചെയ്തു. മനുഷ്യരുടെ സകല പാപങ്ങൾക്കും വേണ്ടിയും ഞാൻ വിലയായി എന്നെ തന്നെ കൊടുത്തു എന്ന് യേശു അവിടെ ഉടമ്പടി ചെയ്ത് ഇനി അതിനകത്തൊരു മാറ്റം വരുത്താൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. മനുഷ്യരുടെ പാപം കഴുകുമെന്ന് യേശു പറഞ്ഞാൽ അതിന് ഇല്ല എന്ന് പറയാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിങ്ങളുടെ പാപം, നിങ്ങളുടെ അകൃത്യങ്ങൾ, ലംഘനം എത്ര വലുതാണെങ്കിലും യേശു അത് ഉടമ്പടി ചെയ്തതാണ്. അതിന് ഞാൻ മായ്ച്ചു കളഞ്ഞ് പകരം വില കൊടുത്തതാണ്. ഒരു പിശാചിനും അതിനുമേൽ ബാധിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ ഉടമ്പടി കാണിച്ചു കൊടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിലാണ് യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ചു. അപ്പോൾ ദൈവം ചെയ്ത ഉടമ്പടിയാണ്. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടും ദൈവം പേഴ്സണലി ഉടമ്പടി ചെയ്യും. നിശ്ചയമായിട്ടും നിങ്ങളോട് ഒരു ആത്മീക എൻകൗണ്ടറുകൾ നിങ്ങളുമായിട്ട് പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളുമായിട്ട് ചെയ്യും ഈ ദിവസങ്ങളിൽ.
വിശ്വസിക്കുക. നോഹയോട് സംസാരിച്ച ദൈവം, അബ്രഹാമിനോട് സംസാരിച്ച ദൈവം, മോശയോട് സംസാരിച്ച ദൈവം, യാക്കോബിനോട് സംസാരിച്ച ദൈവം, പൗലോസിനോട് സംസാരിച്ച ദൈവം, യോഹന്നാനോട് സംസാരിച്ച ദൈവം, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് പൗലോസ് പറഞ്ഞ് പൗലോസിനോട് ഇടപെട്ട രീതി, പത്മോസ് ദ്വീപിൽ ഏകനായിരുന്നപ്പോൾ ആത്മവിവശതയിൽ ഇടപെട്ട ദൈവം നിങ്ങളോട് ഒരു ഡയറക്റ്റ് ഒരു ഏറ്റുമുട്ടൽ, നിങ്ങളുമായി ഒരു എൻകൗണ്ടർ നിശ്ചയമായും ഉണ്ടാവും. അതിനുവേണ്ടി ദൈവസന്നിധി ഒരുങ്ങുക. യാക്കോബ് ഒരുങ്ങിയതുപോലെ, നോഹ ദൈവത്തോട് കൂടെ നടന്നതുപോലെ, അബ്രഹാം വിശ്വസിച്ച പോലെ വിശ്വസിച്ചു നിങ്ങളും ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളും പ്രാപിക്കും മാത്രമല്ല അത് ഉടമ്പടിയായി നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും ദൈവം. ഒരു പാസ്റ്ററിനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ഈ ഭൂമി ജനിച്ച ഓരോ വ്യക്തിക്കും വാഗ്ദത്തമുണ്ട്, പക്ഷേ അത് ഉടമ്പടി ചെയ്യുന്നവൻ വലുത് തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞാൽ ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് നിങ്ങൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ വാഗ്ദത്തം കേട്ടു പോകാത്തവരായി അത് ഉടമ്പടിയായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരാവട്ടെ. ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം മറുവിലയായി കൊടുത്ത് നമ്മുടെ വിലയ്ക്ക് വാങ്ങിച്ചതിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.